തെത്സുക്കോ കുറിയോനാഗി എന്ന ജാപ്പനീസ് പ്രതിഭയുടെ ടോട്ടോചാൻ എന്ന നോവലാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അധ്യായത്തിന്റെ പേര് ഏറ്റവും പഴകിയ വസ്ത്രങ്ങൾ. ടോട്ടോചാൻ പഠിക്കുന്ന സ്കൂൾ ഒരു പ്രത്യേക രീതിയിലുള്ളതാണെന്നും ടോമോഗക്വാനിന്റെ മാസ്റ്ററായ കൊബായാഷി മാസ്റ്ററുടെ ചിന്തകളൊക്കെ മറ്റൊരു തരത്തിലാണെന്നുള്ളതും ഇത്രയും നാളത്തെ കേൾവി കൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ അധ്യായത്തിന്റെ പേര് ഏറ്റവും പഴകിയ വസ്ത്രങ്ങൾ. സാധാരണ സ്കൂളുകളിൽ പോകുമ്പോൾ ഒന്നുകിൽ യൂണിഫോം ഉണ്ടാവും, അല്ല എങ്കിൽ കുറച്ചുകൂടി ചെറിയ ക്ലാസ്സുകളിലാണെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞാവും കുട്ടികൾ എത്തുക, അല്ലേ? എന്നാൽ കൊബായാഷി മാസ്റ്റർ വീട്ടിൽ അച്ഛനമ്മമാരോട് പറഞ്ഞു വിടുന്നത് എപ്പോഴും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പഴകിയതും ഏറ്റവും മോശമുള്ളതുമായ വസ്ത്രങ്ങൾ അണിയിച്ചു വിടൂ. പഴകി മുഷിഞ്ഞ വസ്ത്രങ്ങളാകുമ്പോൾ ചെളി വന്ന് ചീത്തയായാലും അല്പം ഒന്ന് കീറിയാലും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരവരുടെ പ്രായത്തിനനുസരിച്ച് ഓടിക്കളിക്കാനും കുസൃതികൾ കാണിക്കാനും ഒക്കെ വസ്ത്രങ്ങൾ ഒരു തടസ്സമാവരുത് എന്നതായിരുന്നു മാസ്റ്ററുടെ വാദം. നമുക്ക് കേൾക്കാം. വസ്ത്രങ്ങളിൽ അഴുക്കു പുരണ്ടാൽ വീട്ടിൽ നിന്ന് ശകാരം കിട്ടുമോ എന്ന് കുട്ടികൾ ഭയക്കും. വസ്ത്രങ്ങൾ കീറുമോ എന്ന് ശങ്കിച്ച് പല വിധത്തിലുള്ള കളികളിൽ പങ്കെടുക്കാൻ അവർക്കൊരു വിസമ്മതം തോന്നും. ഇത് ആരോഗ്യകരമല്ല എന്ന് കൊബായാഷി മാസ്റ്റർ മനസ്സിലാക്കിയിരുന്നു. ടോമോയ്ക്കടുത്ത് എലമെന്ററി സ്കൂളുകളുണ്ട്. പെൺകുട്ടികൾക്ക് നേവി കളർ യൂണിഫോമും ആൺകുട്ടികൾക്ക് നെടുങ്കൻ കോളറുള്ള ജാക്കറ്റും നിക്കറും ഒക്കെയാണ് അവിടുത്തെ യൂണിഫോം. അതാണല്ലോ സാധാരണ രീതി. എന്നാൽ ടോമോ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ സാധാരണ വേഷങ്ങളെ ഉപയോഗിച്ചിരുന്നുള്ളൂ. മാത്രമല്ല, ഉടയാടകളെ കുറിച്ച് വിഷമിക്കാതെ തോന്നിയ പാട് കുത്തിമറിഞ്ഞ് കളിക്കാനും ചെളിയിൽ ഉരുളാനും ഒക്കെ അധ്യാപകർ ടോമോയിലെ കുട്ടികൾക്ക് അനുവാദം കൊടുത്തിരുന്നു. അക്കാലത്തെ ട്രൗസറുകൾ ഇന്നിപ്പോൾ നമുക്ക് വിപണിയിൽ ലഭ്യമായ ജീൻസുകളൊക്കെ പോലെ അത്ര ഈടുറ്റവയായിരുന്നില്ല. ടോമോയിലെ ആൺകുട്ടികളുടെ ട്രൗസറുകളിൽ നിറയെ അവിടെ തുന്നലുകൾ ഉണ്ടാവും. പെൺകുട്ടികളുടെ സാധാരണ വേഷമായ പാവാടകളാവട്ടെ കിട്ടാവുന്നതിലും ഏറ്റവും കട്ടിയേറിയ തുണി കൊണ്ട് തുന്നിയതാവും. അന്യരുടെ തോട്ടങ്ങളുടെ കമ്പി വേരുകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറുക, ആളൊഴിഞ്ഞ പറമ്പുകളുടെ വേലിപ്പത്തൽ പൊളിച്ചിടുക, ഇതൊക്കെ ടോട്ടോചാന്റെ ഇഷ്ട വിനോദങ്ങളായിരുന്നു. കുസൃതി, അസല് കുസൃതി. ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക എന്ന ശീലം ടോമോഗക്വാനിലെ സ്കൂളിലെത്തിയപ്പോൾ അവൾക്ക് സത്യത്തിൽ വലിയ അനുഗ്രഹമായി മാറുകയാണ് ഉണ്ടായത്. കൂർത്ത മുനയുള്ള കമ്പിവേലികളായിരുന്നു അക്കാലത്ത് എല്ലായിടത്തും. ചിലയിടങ്ങളിലെ മുൾക്കമ്പികൾ തറ നിരപ്പോളം കണ്ടെന്നിരിക്കും. ഇങ്ങനെയാണല്ലോ വേലികൾ ഉണ്ടാവുക. അത്തരം ഒന്നിലൂടെ കടക്കണമെങ്കിൽ ഒരു നായയെ പോലെ കുഴി കുത്തി അതിലേക്ക് ചുഴിഞ്ഞിറങ്ങേണ്ടതുണ്ട്. അതൊക്കെയാണ് നമ്മളുടെ ടോട്ടോചാന്റെ ഇഷ്ട വിനോദങ്ങൾ. ടോട്ടോചാൻ എത്ര സൂക്ഷിച്ച് ഒരു കുഴി കുത്തി ഇറങ്ങിയാലും ചിലപ്പോഴൊക്കെ രക്ഷയില്ലാതെ അവളുടെ വസ്ത്രങ്ങൾ കീറുക തന്നെ ചെയ്യും. മിക്കവാറും ഒരു കമ്പി മുനയിലുടക്കിയാണ് ആ വസ്ത്രങ്ങൾ കീറിപ്പറയുക. ഒരിക്കൽ ടോട്ടോചാൻ തന്റെ പതിവായ ഇഷ്ട വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതായത് കുഴികുത്തി വേലിക്കടിയിലൂടെ നുഴഞ്ഞു കയറുക. തീരെ നേർത്ത മസ്ലിൻ തുണി കൊണ്ടുള്ള ഒരു പഴയ ഉടുപ്പായിരുന്നു അന്ന് അവൾ ഇട്ടിരുന്നത്. പഴയ ഉടുപ്പായിരുന്നെങ്കിലും ടോട്ടോയുടെ അമ്മയ്ക്ക് ആ ഉടുപ്പും അതിന്റെ നിറവും വലിയ ഇഷ്ടമായിരുന്നു. ടോട്ടോ ആ ഉടുപ്പിടുന്നത് അമ്മയെ എപ്പോഴും സന്തോഷിപ്പിച്ചിരുന്നു. ഇന്നാവട്ടെ ഈ കുസൃതി വേലിയിലൂടെ നൂണ്ട് അപ്പുറത്ത് കയറിയപ്പോഴേക്കും അടിമുടി ഉടുപ്പ് കീറി. പഴകിയതാണെങ്കിലും അമ്മയ്ക്ക് പ്രിയപ്പെട്ടതാണ്. അത് ടോട്ടോയ്ക്ക് അറിയുകയും ചെയ്യാം. ഇനി എന്താ ചെയ്യുക? അവൾ ചുഴിഞ്ഞാലോചിച്ചു. എന്തെങ്കിലും ഒന്ന് പറയണല്ലോ, അമ്മ ചോദിക്കും, അത് ഉറപ്പാണ്. കമ്പിവേലിയിൽ ഉടക്കി കീറിയതാണ് എന്ന് പറയാനുള്ള ചങ്കുറപ്പ് എന്തുകൊണ്ടോ ടോട്ടോയ്ക്ക് തോന്നിയില്ല. കീറിയത് തന്റെ കുറ്റം കൊണ്ടല്ല, അതങ്ങ് കീറിപ്പോയതാണ് എന്ന് അമ്മ ധരിപ്പിക്കത്തക്ക വിധം ഒരു കള്ളക്കഥ അങ്ങ് പറയാം ടോട്ടോ തീരുമാനിച്ചു. പോകുന്ന വഴി കഥ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ടോട്ടോ മനസ്സിൽ മെനഞ്ഞെടുത്തിരുന്നു. അവൾ ഉണ്ടാക്കിയ കഥ ഇങ്ങനെയാണ്. അമ്മ കേക്കൂ, റോഡിലൂടെ നടന്നു വരുമായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾ പറയാൻ തുടങ്ങി അമ്മയോട്, എനിക്കറിയാൻ പാടില്ലാത്ത കുറെ കുട്ടികള്, അവരെവിടുന്നോ വന്നു എന്നും അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനത്തെ കുറെ കുട്ടികള് എന്റെ പുറകെ ഓടി വന്നു. എന്നിട്ടേ
അവരുടെ ട്രൗസറിൽ നിന്ന് കത്തികൾ എടുത്തെറിയ. ഒന്നും രണ്ടുമല്ല, 5-6 കുട്ടികളുണ്ടായിരുന്നു. കത്തികളൊക്കെ അവർ എറിഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ഉടുപ്പ് മുഴുവൻ അങ്ങനെയാ ഇത് കീറിയതേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് പറയുമ്പോൾ അമ്മ തുടർന്ന് ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് നല്ല ധാരണയുണ്ട്. ബുദ്ധിമതിയാണല്ലോ അവൾ. എന്ത് സമാധാനം പറയും എന്നതിനെ കുറിച്ച് അവൾക്ക് പക്ഷെ ഒരു രൂപവും കിട്ടിയിരുന്നില്ല. അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? ഹോ, ഭയങ്കര പണിയാണല്ലോ കുട്ടികൾ കാട്ടിയത്, എന്തൊരു വില്ലത്തരം. അമ്മ അത്രേ പറഞ്ഞുള്ളൂ. ഭാഗ്യം. ടോട്ടോച്ചാന്റെ നെഞ്ചിടിപ്പ് ഒന്ന് കുറഞ്ഞു. പറഞ്ഞത് അമ്മ വിശ്വസിച്ചു. സമാധാനമായി. അമ്മയ്ക്ക് ടോട്ടോയെ അറിയാമല്ലോ. ഇത്തരമൊരു സാഹചര്യത്തിൽ ടോട്ടോച്ചാൻ തികച്ചും നിസ്സഹായാണ് എന്നതും അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ആ ഉടുപ്പ്. എന്ന് വെച്ച് പാവം ടോട്ടോ എന്തു ചെയ്യും? പഴകിയതായിരുന്നു. വേലിക്കടിയിലൂടെ നൂഴുക എന്നുള്ള അവളുടെ ശീലത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിവുമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികം ഉടുപ്പ് കീറുക തന്നെ ചെയ്യും. അമ്മയുടെ ഇഷ്ട വസ്ത്രം കീറരുത് എന്നുള്ള ആഗ്രഹം അവൾക്ക് ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ എന്തു ചെയ്യും? കീറിപ്പോയി. ഏതായാലും അമ്മ വിശ്വസിച്ചു. ടോട്ടോയ്ക്ക് സമാധാനമായി. നമുക്കറിയാമല്ലോ, സ്വാഭാവികമായും ഇത്തരത്തിലൊരു കത്തിയേറിന്റെ കഥ അമ്മ തീരെ വിശ്വസിച്ചില്ല. ഇത് തീരെ സംഭാവ്യമല്ല എന്നത് അവർക്കറിയാമായിരുന്നു. മുതുകത്ത് അങ്ങനെ ഒരു കത്തി വന്നു കൊണ്ടാൽ ഉടുപ്പല്ല, അവളുടെ പുറമാണ് ആദ്യം കീറേണ്ടത്. ഈ ഉടുപ്പ് കീറിയതുപോലെ തന്നെ ആ ശരീരവും കീറി പറഞ്ഞാനെ. മാത്രമല്ല, ഇത്തരമൊരു സംഭവം നടന്നിരുന്നുവെങ്കിൽ കാണേണ്ടതായ യാതൊരു പരിഭ്രമവും ആ കുട്ടിയുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്നില്ല. കഥ ടോട്ടോച്ചാൻ കെട്ടിച്ചമച്ചതാണ് എന്നത് അധികം ആലോചിക്കാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ കൊച്ചു ടോട്ടോയും അവളുടെ ചിന്തകൾ പോകുന്നതും. പക്ഷേ ചെയ്യുന്ന കുസൃതികളൊക്കെ മറച്ചു പിടിക്കാനായി ഇത്രയും മുഴുത്ത കള്ളം കണ്ടുപിടിക്കുന്ന സ്വഭാവം പൊതുവെ അവൾക്കില്ലാത്തതാണ്. ഉടുപ്പ് കീറിയതിൽ അവൾക്ക് അത്രയേറെ വിഷമം തോന്നിയിരിക്കും. തനിക്ക് വിഷമമാകും എന്നാലോചിച്ചിട്ടും അവൾക്ക് വിഷമമായി കാണും. അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. അമ്മ ചിന്തിച്ചു, തീരുമാനിച്ചു. അവർക്ക് പക്ഷെ ദുഃഖമൊന്നും തോന്നിയില്ല. കുറെ കാലമായി മറ്റൊരു കാര്യം അവർ മകളോട് ചോദിച്ചറിയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പറ്റിയ അവസരമാണ് എന്ന് കണ്ടതുകൊണ്ട് അമ്മ ടോട്ടോയുടെ അടുത്ത് ചേർന്നിരുന്ന് ചോദിച്ചു, ടോട്ടോ, നിന്റെ ഉടുപ്പുകളൊക്കെ കീറിയത് കത്തിയോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഒന്ന് വന്ന് കൊണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ? സമ്മതിച്ചു. അമ്മയ്ക്ക് മനസ്സിലായി. എന്നാലേ അമ്മ അനുനയപൂർവ്വം ചോദിച്ചു, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാ ദിവസവും നിന്റെ പാൻറ്റീസ് എങ്ങനെയാ കുട്ടി കീറുന്നത്? മിക്ക ദിവസങ്ങളിൽ സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ടോട്ടോച്ചാനിന്റെ പാൻറ്റീസ് പൃഷ്ഠഭാഗത്തായി പുറകിലായി സാമാന്യം വിസ്താരത്തിൽ കീറിയിരിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും അമ്മയ്ക്ക് പിടികിട്ടിയിരുന്നില്ല. കുട്ടികളുടെ അടിവസ്ത്രത്തിൽ ചെളി പുരളുന്നതും അവ തേഞ്ഞു കീറുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നിരങ്ങി ഇറങ്ങലും പൃഷ്ഠമടിച്ചുള്ള വീഴലും ഒക്കെ സ്കൂളുകളിലെ വിനോദങ്ങളിൽ പതിവാണല്ലോ. പക്ഷെ എങ്ങനെയാണ് ഓരോ ദിവസവും ഒരു പാൻറ്റീസ് പല കഷ്ണങ്ങളായി ഇങ്ങനെ മുറിഞ്ഞു പോകുന്നത്? നിമിഷ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോച്ചാൻ പറയാൻ ആരംഭിച്ചു. അതെ, ടോട്ടോയ്ക്ക് പിന്നെ കഥകൾക്ക് ഒരിക്കലും ക്ഷാമമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്കൊരു സംശയവും ഉണ്ടായില്ല. അതെ, നമ്മളിപ്പം ഒരു കമ്പിവേലിയുടെ അടി കൂടെ ഇഴഞ്ഞു കയറി അപ്പുറത്തേക്ക് പോവുകയാണെന്നിരിക്കട്ടെ. അമ്മ കേക്കൂ. അപ്പോ നമ്മുടെ പാവാടയും നമ്മുടെ ഉടുപ്പും ഒക്കെ ഒന്ന് കമ്പിയിൽ ഉടക്കാതെ പറ്റില്ല. പിന്നെ ഇറങ്ങിയാൽ പോരല്ലോ, തിരിച്ചിറങ്ങണ്ടേ? തിരിച്ചിറങ്ങുമ്പോ പാൻറ്റീസും കീറും. ക്ഷമിക്കണം, ഞാനന്ന് ഉള്ളിലോട്ട് കയറിക്കോട്ടെ വേലി എന്ന് ചോദിച്ച് ഉള്ളിലേക്ക് നിഴഞ്ഞങ്ങ് കയറുക. തിരിച്ചിറങ്ങാൻ നേരത്ത് അപ്പോ ഞാൻ പോണുവേ, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ഇറങ്ങുക. ഉടുപ്പും പാൻറ്റീസും ഒക്കെ കീറുമെന്ന് ഉറപ്പാണ്. എന്താ ചെയ്യുക? സത്യം പറഞ്ഞ അമ്മയ്ക്ക് ഒന്നും പിടികിട്ടിയില്ല. കുട്ടി എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ല. എങ്കിലും അവർക്ക് കൗതുകം തോന്നി. അത് കൊള്ളാലോ ടോട്ടോ. പിന്നെ എന്ത് രസമാണെന്നോ പറഞ്ഞുകൊണ്ടിരുന്ന ടോട്ടോയ്ക്ക് ഹരം കയറി. അമ്മ ഒന്ന് കയറി നോക്കിയേ, നല്ല തമാശയായിരിക്കും. അമ്മയുടെ പാൻറ്റീസും കീറും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാകും വേലിയിലടി കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുക എത്ര ബുദ്ധിമുട്ടാണെന്ന്. ആദ്യമായി ഞാൻ പറഞ്ഞു തരാം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. മുൾക്കമ്പികളാൽ ചുറ്റപ്പെട്ട ഒരു ഒഴിഞ്ഞ പറമ്പാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വേലിയെ സമീപിച്ച് ഇപ്രകാരം ചോദിക്കണം, ക്ഷമിക്കണം, ഞാനൊന്ന് ഉള്ളിലോട്ട് കയറിക്കോട്ടെ.
അതിനുശേഷം കയറാൻ നമുക്കുള്ളിലേക്ക് കയറ്റം ആരംഭിക്കാൻ പറ്റിയ ഒരു അരിക് തിരഞ്ഞെടുത്ത് തറയോട് ചേർന്നുള്ള മണ്ണ് പതുക്കെ കൈകൊണ്ട് മാറ്റണം. അതിനുശേഷം കൂർത്ത കമ്പി സൗകര്യപൂർവ്വം അല്പമൊന്ന് വളയ്ക്കണം. എന്നിട്ട് ഉണ്ടാക്കിയ കുഴിയിൽ കൂടി നമ്മളങ്ങ് അകത്തേക്ക് കയറുക. കയറേണ്ട ഭാഗത്തെ മണ്ണ് നമ്മൾ തോണ്ടി മാറ്റി ശരീരം കടത്താനുള്ള പാകത്തിലാക്കണം ടോമ. അത്രയും കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇഴഞ്ഞങ്ങ് ഉള്ളിലേക്ക് കയറാനാവും നമുക്ക്. വേലിക്കെട്ടിനുള്ളിലായി കഴിഞ്ഞാലോ അല്പസമയം കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? സമീപത്തുള്ള മറ്റൊരു കമ്പി വളയ്ക്കണം. എന്നിട്ട് ഉള്ളിൽ നിന്നുകൊണ്ട് വേലിക്കെട്ടിനോട് പറയാ, ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്, നമസ്കാരം. ഉപചാര പ്രകടനത്തോടെ പുറത്തേക്ക് ഇഴയുക. അടിവസ്ത്രം ഉൾപ്പെടെയുള്ള തുണികൾ എങ്ങനെയാണ് കീറുന്നത് എന്ന കാര്യത്തിൽ അമ്മയ്ക്ക് ഇപ്പോ നല്ല വ്യക്തത വന്നു. ടോട്ടോയ്ക്ക് ഈ കയറ്റവും ഇറക്കവും കുഴികുത്തലും ഒക്കെ ഒരു തവണയല്ല ചെയ്യുന്നത് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഇതൊക്കെ പലതവണ ആവർത്തിക്കും. അത് അവളുടെ വിനോദമാണ്. എന്നാൽ ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കൂടി അകത്ത് കയറുക, ആ കുഴിയിൽ കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങുക എന്നതിൽ ടോട്ടോയ്ക്ക് ഒരു രസമോ ഒരു ത്രില്ലോ ഒന്നും അനുഭവപ്പെടില്ല. ഒരു കുഴി കുഴിച്ചു, അടുത്ത കമ്പിയിൽ നിന്ന് അവൾ അടുത്ത കുഴി കുഴിച്ച് പുറത്തേക്ക് ഇറങ്ങി, അതിനടുത്ത കുഴിയിൽ നിന്ന് മറ്റൊരു കുഴി കുഴിച്ച് അകത്തേക്ക് കയറി. അതാണ് പതിവ് പരിപാടി. ഒരു വേലിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഈ ഇഴഞ്ഞ നടപ്പ് ടോട്ടോയെ എന്തുകൊണ്ടോ ഹരം പിടിപ്പിക്കുന്ന ഒരു വിനോദമായിരുന്നു. അവൾ ആഹ്ലാദത്തോടെ അതിൽ മുഴുകി. അമ്മയോട് വിസ്തരിച്ചു പറയുന്നതിലും അവൾ അതീവ ആനന്ദത്തോടെ മുഴുകിയാണ് പറഞ്ഞത്. അവളുടെ പാൻറ്റീസ് കീറാതിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ. പിന്നെ അമ്മയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. മുതിർന്ന ഒരാളാണെങ്കിൽ ഇതുപോലെ ഇഴഞ്ഞു നടന്നാൽ 2-3 കുഴി കഴിയുമ്പോൾ വിയർത്ത് കുളിക്കുക എന്നത് മാത്രമാണ് സംഭവിക്കുക. അതുമല്ല, ഇത്തരമൊരു വിനോദം മുതിർന്നവരെ ഒട്ടും രസിപ്പിക്കുകയുമില്ല. ഇതിൽ എന്ത് രസമാണുള്ളത് എന്ന് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കുട്ടികൾക്ക് ഇതെല്ലാം അതിരില്ലാത്ത വിസ്മയങ്ങളാണ്. അതുപോലെ ഈ പറയുന്നത് പോലെ ഒരു വിചിത്ര വിനോദം ഒരു തരത്തിൽ അവരെ ഉന്മത്തരാക്കും. പാറിപ്പറന്ന തലമുടിയിലും കൊച്ചു വിരൽ നഖങ്ങൾക്കിടയിലും മാത്രമല്ല, ചെവികൾക്കുള്ളിൽ പോലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും ചെളിയുമായിട്ടാണ് പലപ്പോഴും ടോട്ടോച്ചൻ സ്കൂളിൽ നിന്ന് വരുന്നത്. ഈ കോലം കാണുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോഴൊക്കെ വിഷമം തോന്നും. ഈ കുട്ടി ഇതെന്തു ഭാവിച്ചിട്ടാണ് ഈ വരവ് എന്ന് ആലോചിക്കാറുണ്ട്. പക്ഷേ മനസ്സിന്റെ ഒരു കോണിൽ കൊബായാഷി മാസ്റ്ററെ അഭിനന്ദിക്കാതിരിക്കാനും അമ്മയ്ക്കായില്ല. തങ്ങൾക്ക് തോന്നിയ പാട് അഴുക്കും ചെളിയും ഒക്കെ പറ്റിക്കാവുന്നത്ര പഴകിയ വേഷമാണ് കുട്ടികൾക്ക് കൊടുത്തുവിടേണ്ടത് എന്ന് മാസ്റ്റർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. മാസ്റ്ററുടെ തത്വശാസ്ത്രം കുട്ടികളെ അദ്ദേഹം എത്ര അഗാധമായി മനസ്സിലാക്കിയിരുന്നു എന്നതിന്റെ തെളിവാണ്. അവനവന് ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു തരത്തിലുള്ള തടസ്സവും കുട്ടികൾക്കുണ്ടാവാൻ പാടില്ല. ഈ ഒരു പ്രായത്തിൽ എന്തും ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഒരു ധൈര്യവും മാനസികാവസ്ഥയും ഒരു കാരണവശാലും എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവർക്കതിൽ നിന്ന് പിൻവലിയേണ്ടി വരരുത് എന്നതായിരുന്നു മാസ്റ്ററുടെ ചിന്ത. ടോട്ടോച്ചാന്റെ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളെ മനസ്സിലാക്കാനുള്ള മാസ്റ്ററുടെ കഴിവ് നമുക്കറിയാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.